Hi friends, welcome to Hajas Classes. ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നു. SPCI സ്പെഷ്യൽ ബ്രാഞ്ച് CID യുടെ ഒരു നോട്ടിഫിക്കേഷനാണ് വരാൻ വേണ്ടി പോകുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം. ഇതിന്റെ യോഗ്യത ബിരുദമാണ്, അതായത് ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പലരും നമ്മളോട് ഓൾറെഡി ചോദിച്ചതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ. അതിനൊരു തീരുമാനമായിരിക്കുകയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ അതായത് ഏപ്രിൽ മാസത്തോടെ നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതുവരെ എത്ര നിയമനം നടന്നിട്ടുണ്ട്, എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വന്നത്, റാങ്ക് ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തി, എത്രയായിരുന്നു കട്ട് ഓഫ്, എല്ലാം നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അതായത് SBCID യുടെ നോട്ടിഫിക്കേഷനാണ് വരാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യം നിലവിലെ നിയമന നിലയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യം നിലവിലെ നിയമന നില. ഇതുവരെ 172 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. എത്രയാണ്? 172 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 3/6/2023 3/6/2023 ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തുന്ന ഒരു പരീക്ഷയാണ്. അതായത് ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ എന്താണ്? സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആയിട്ടാണ്. ഓക്കെ, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആയിട്ടാണ് മനസ്സിലാക്കുക. കഴിഞ്ഞ കാറ്റഗറി നമ്പർ 315/2019 ആയിരുന്നു. 21/2/2025 അവസാനമായിട്ട് ഇതിന്റെ ഒരു അഡ്വൈസ് പോയിരിക്കുന്നത്. 172 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. അതായത് 3/6/2023 റാങ്ക് ലിസ്റ്റ് വന്നു. 3/6/2024 ഒരു വർഷം പൂർത്തിയായി. 3/6/2025 ആകുമ്പോൾ 2 വർഷം. 3/6/2026 ആകുമ്പോൾ 3 വർഷം. അതായത് 3-ാം തീയതി ആകുമ്പോഴത്തേക്കും എന്താണ്? 2026 6-ാം മാസം 3-ാം തീയതി ആകുമ്പോഴേക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന്റെ പരീക്ഷ നടത്തി അടുത്ത പ്രിലിംസ് ചിലപ്പോൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് മെയിൻസ് നടത്തണം. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 1 വർഷത്തിനടുത്താകും നമ്മുടെ പരീക്ഷ ചടങ്ങുകളൊക്കെ കഴിയാൻ. അപ്പോഴേക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അതായത് അടുത്ത വർഷം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓപ്പൺ കാറ്റഗറിയിൽ 185ാമത്തെ റാങ്കുകാരനാണ് ഇതുവരെ ഈ ഒരു നിയമന ശുപാർശ പോയിരിക്കുന്നത്. ഈഴവ നോക്കിയാൽ 185, അതാണ്. SC 878 റാങ്ക്, ST 838 റാങ്ക്, മുസ്ലിം 433, LCAI 302, OBC 205, വിശ്വകർമ്മ 258, SIUC നാടാർ 292, ഹിന്ദു നാടാർ 247, SCCC 776, പിന്നെ ധീവര 407 എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള നിയമന ശുപാർശ. ആകെ 172 പേർക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 3/6/2023 ഇതിന്റെ ആ സമയത്ത് സാലറി സ്കെയിൽ 22,200 മുതൽ 48,000 അത് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. 21/12/2022 മെയിൻ എക്സാം നടന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പ്രിലിംസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിന്റെ പ്രിലിംസിന്റെ ഈ ഒരു വന്നിരിക്കുന്നത് 1/8/2022 ഡേറ്റിലാണ്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SPCID സ്റ്റേറ്റ് വൈഡ് ആണ്. കേരള പോലീസ് സർവീസിലേക്ക് ആ ഒരു എന്താ പറയുക പ്രിലിമിനറി എക്സാമിനേഷൻ 2 ഘട്ടമായി നടന്നിട്ടുണ്ട്. 30/10/2021 13/11/2021 ഈ ഒരു പ്രിലിംസ് നടന്നത്. അന്ന് ലിസ്റ്റിൽ 1758 പേരെയാണ് ഉൾപ്പെടുത്തിയത്. 1758 പേരെ ഉൾപ്പെടുത്തി. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54.33 ആണ്. 54.33 ആയിരുന്നു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അന്ന് പ്രിലിംസിൽ 1758 പേരെയാണ് ഉൾപ്പെടുത്തിയത്. കട്ട് ഓഫ് 54.33. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. അതായത് മെയിൻ എക്സാം. അത് കഴിഞ്ഞ് മെയിൻ എക്സാം എപ്പോഴാണ്? 21/12/2022 മെയിൻ എക്സാം നടന്നു. അന്ന് മെയിൻ ലിസ്റ്റിൽ 1054 പേരെയും അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 239 പേരെയും ഉൾപ്പെടുത്തി. ആകെ 1293 പേരെ ഉൾപ്പെടുത്തി. എന്നാൽ അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 33 മാർക്കായിരുന്നു. എത്രയാണ്? 33 മാർക്കായിരുന്നു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഇതിൽ മെയിൻ ലിസ്റ്റിന്റെ 1028 ആയിരുന്നു. 1028 പേര്. സപ്ലിയിൽ എത്രയാണ്? 200 പേര്. അങ്ങനെ കുറച്ച് പേര് തള്ളപ്പെട്ടു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക.
ഇങ്ങനെയാണ് ഈ ഒരു ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ 1028 സപ്ലിയിൽ 200 പേരുമായിട്ടാണ് ഉണ്ടായിരുന്നത്. 1228 പേരാണ് ആകെ. അന്ന് 33 മാർക്കാണ് കട്ട് ഓഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് 33 മാർക്കൊന്നും കട്ട് ഓഫ് മതിയാവില്ല എന്നുകൂടെ നിങ്ങൾ ചിന്തിക്കണം. നമുക്കറിയാം നിയമനം ഒരുപാട് കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ, ആദ്യത്തെ റാങ്കുകളിൽ തന്നെ ഒരു 200 250 ഉള്ളിൽ ഉൾപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഇതിനെക്കുറിച്ച്, അതായത് ജോലിയെക്കുറിച്ച് സ്വപ്നം കാണേണ്ടതുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമുക്കറിയാം എല്ലാ ലിസ്റ്റുകളിൽ നിന്നും ആളുകളെ കുറയ്ക്കുകയാണ്. അതുപോലെ നന്നായി പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത കൂടെ ഇവിടെയുണ്ട്. അതായത് ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പോസ്റ്റാണ്. കേരള പോലീസ് സർവീസിലേക്കാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. യൂണിഫോം പോസ്റ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ തന്നെയുള്ള മറ്റൊരു തസ്തികയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായി ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ച് പഠിച്ചു തുടങ്ങുക. കാരണം നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മാസത്തോടെ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ PSC പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് പരീക്ഷകളുടെ ദിവസങ്ങളാണ്. നമുക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ വരുന്നത്, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ, KASന്റെ പ്രിലിംസ്, അതുപോലെ 10th മെയിൻസ് എക്സാം, സെക്രട്ടേറിയറ്റ് OA അടക്കമുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകൾ. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, വെബ്കോ LDC, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഏറ്റവും നല്ല തയ്യാറെടുപ്പ്, നിങ്ങളെ ഏതൊക്കെ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടണമെന്ന് നിങ്ങളെ തന്നെ ചിന്തിക്കുക. ആ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പഠനം തന്നെ നടത്തുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച പഠനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഹജാസ് ക്ലാസ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിടിലൻ PDF-കളൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് 1-ാം തീയതി മുതൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അതായത് ഏപ്രിൽ 1 മുതൽ വളരെ വ്യത്യസ്തമായി തന്നെ ഹജാസിന്റെ ടെലഗ്രാം ചാനൽ ഏറ്റവും മികവാർന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. അതുപോലെ നമ്മുടെ യൂട്യൂബിലും ഏറ്റവും പ്രധാനപ്പെട്ട കോണ്ടന്റുകളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ഏറ്റവും കിടലിനായിട്ടുള്ള കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ അണിനിരക്കുന്ന ക്ലാസ്സുകൾ ഉണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ഏറ്റവും വെർത്തായിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് അത്രയേറെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ 1 രൂപയ്ക്ക് 50ഓളം ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. ആ ക്ലാസ്സിന്റെ മേന്മ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്ന എല്ലാത്തിൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് ഈ ഒരു ചാനൽ വഴി എത്തുന്നതായിരിക്കും. അതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.